കർണാടക സർക്കാർ ബുൾഡോസർ രാജിൽ CPM-നെതിരെ വ്യാജ വാർത്ത നൽകുമ്പോൾ അതിന്റെ തുടർച്ച ഇതാ കേരളത്തിൽ ഈ നിലയിലൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതുകൂടി മന്ത്രി പി രാജീവാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ആവർത്തിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദീകരിക്കുകയും ചെയ്തത്. അപ്പോൾ അത്തരം വിവരങ്ങളുടെ വാസ്തവം എന്താണ് എന്നത് പരിശോധിക്കാം. ഇനി ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചാരണങ്ങൾ ആവർത്തിക്കുന്ന സംഘപരിവാറിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ ചാനലിന്റെയും തനിനിറമാണ് മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ എതിരാളി നുണകളാണ് എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രചരിക്കുന്ന 2 വ്യാജ വാർത്തകളുടെ വസ്തുതകൾ മന്ത്രി തുറന്നുകാട്ടുന്നു. ഒന്നാമത്തേത് MLA ഓഫീസുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സംഘപരിവാറിന്റെ ബോധപൂർവമായ ശ്രമം. MLA-മാർക്ക് പ്രതിമാസം 25,000 രൂപ ഓഫീസ് അലവൻസായി ലഭിക്കുന്നുണ്ടെന്നാണ് നുണപ്രചാരണം. എന്നാൽ അങ്ങനെയൊരു അലവൻസ് MLA-മാർക്കില്ലെന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശമ്പളവും അലവൻസും MLA-മാർക്ക് നൽകുന്ന നാടുകളിലൊന്നാണ് കേരളമെന്നതുമാണ് വസ്തുത. മാസ അലവൻസും മണ്ഡലം അലവൻസും യാത്രാ അലവൻസും ടെലിഫോൺ അലവൻസും ഇൻഫർമേഷൻ അലവൻസും മറ്റ് അലവൻസുകളും ചേർത്ത് 70,000 രൂപയാണ് ഇവർക്ക് ലഭിക്കുക. ഇതുവച്ചാണ് മണ്ഡലത്തിലെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്നത്. ചെറിയ സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതും ജീവിത ചെലവ് വഹിക്കുന്നതും ഓഫീസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടുപോകുന്നതുമെല്ലാം ഈ തുകയിലാണെന്ന് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. രണ്ടാമത്തേത് ഇടതുപക്ഷത്തെ ലക്ഷ്യം വെച്ച് നടത്തിയിട്ടുള്ള കുത്തിത്തിരിപ്പ് വാർത്തയാണ്. കർണാടകയിലെ യലഹങ്കയിൽ കോൺഗ്രസ് സർക്കാർ നടത്തിയ ബുൾഡോസർ രാജിനെതിരെ കേരളത്തിലെ CPIM നേതാക്കൾ അവിടെ പോയി പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് കർണാടകയിലെ CPIM അറിയിച്ചുവെന്നാണ് മീഡിയ 1 വാർത്ത നൽകിയിരുന്നത്. ഇതിനെയും മന്ത്രി പി രാജീവ് പരിഹസിക്കുന്നുണ്ട്. ബുൾഡോസർ രാജ് നടത്തി 300ഓളം കുടുംബങ്ങളെ തെരുവിലിറക്കിവിട്ട കോൺഗ്രസിനെ സംരക്ഷിക്കാൻ ഇത്രയും ഹീനമായി രംഗത്തിറങ്ങാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന ചോദ്യം മന്ത്രി ഉയർത്തുന്നുണ്ട്. ആ വാർത്ത നുണയാണെന്ന പ്രസ്താവന CPIM കർണാടക സംസ്ഥാന സെക്രട്ടറി തന്നെ പുറത്തിറക്കിയ സ്ഥിതിക്ക് ഖേദപ്രകടനം നടത്തുകയെന്ന മര്യാദയെങ്കിലും നുണ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ കാണിക്കണമെന്നും മന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.